അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നതും പരിഗണിക്കേണ്ടതും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുമായ ദിനരാത്രികളാണ്. അതുകൊണ്ട് തന്നെ മറ്റു ദിവസങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഒരു വിശ്വാസി പതിവാക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട, ശീലിക്കേണ്ട ഒരുപാട് ഇബാദത്തുകളും കർമ്മങ്ങളും അയിമ്മത്ത് കൃത്യമായി അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മറ്റു ദിവസങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു വിശ്വാസി പാലിച്ചിരിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഖിറാഅത്തു സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച പാരായണം ചെയ്യുക എന്നത്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിലും മറ്റു ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലും ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ, അതിൻ്റെ മഹത്വങ്ങൾ വിശദീകരിച്ചതായി കാണാൻ കഴിയും. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: വസുന്ന ഖിറാഅത്തു സൂറത്തി കഹ്ഫിൻ, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ സുന്നത്തുണ്ട്. യൗമൽ ജുമുഅത്തി വ ലൈലത്തഹാ, വെള്ളിയാഴ്ചയുടെ പകലിലും രാവിലും. വെള്ളിയാഴ്ചയുടെ പകലിൻ്റെ രാത്രിയിലും പകലിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ സുന്നത്തുണ്ട്. ലി അഹാദീസ ഫീഹ, അതിനെക്കുറിച്ച് ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പകൽ സമയത്ത് പാരായണം ചെയ്യലാണ് ഏറ്റവും നല്ലത്. പകലിൽ തന്നെ സുബ്ഹിൻ്റെ ശേഷമാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു നന്മ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ ആദ്യം തന്നെ ചെയ്യലാണ് നല്ലത് എന്ന അർത്ഥത്തിൽ. എന്ന് മാത്രമല്ല, വഅൻ യുക്സിറ മിൻഹ, വെള്ളിയാഴ്ചയുടെ പകലിലും രാവിലും സൂറത്തുൽ കഹ്ഫ് ഓതൽ സുന്നത്തുണ്ട് എന്ന് മാത്രമല്ല, അതിനെ അധികരിപ്പിക്കലും പ്രത്യേകം സുന്നത്തുണ്ട്. അധികരിപ്പിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും അത് പാരായണം ചെയ്യണം. നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചവരായിരുന്നു. 3 സൂറത്തുൽ കഹ്ഫ് ഓതാത്ത വെള്ളിയാഴ്ചയുടെ രാപ്പകലുകൾ അവരുടെ ജീവിതത്തിൽ ഒരു പക്ഷേ അപൂർവമായിരിക്കും. ഒരു കഹ്ഫ് വെള്ളിയാഴ്ച രാവിൽ അവർ പാരായണം ചെയ്യും. രണ്ടാമത്തെ കഹ്ഫ് വെള്ളിയാഴ്ച സുബ്ഹിൻ്റെ ശേഷം അവർ പാരായണം ചെയ്യും. മൂന്നാമത്തെ കഹ്ഫ് പള്ളിയിൽ പോയി അവർ പാരായണം ചെയ്യുകയും, ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ചകളിലും 3 സൂറത്തുൽ കഹ്ഫ് ഓതാത്ത വെള്ളിയാഴ്ചകൾ അവരുടെ ജീവിതത്തിൽ വളരെ അപൂർവമായിരിക്കും. സൂറത്തുൽ കഹ്ഫ് അധികരിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും അത് പാരായണം ചെയ്യേണ്ടതുണ്ട്. സൂറത്തുൽ കഹ്ഫും വെള്ളിയാഴ്ച ദിവസവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തിൽ പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്തുൽ കഹ്ഫ് ആകാൻ പല കാരണങ്ങളും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാരണമാണ് ഖിയാമത്ത് നാൾ ഉണ്ടാകുന്നത് വെള്ളിയാഴ്ച ദിവസത്തിലാണ്. സൂറത്തുൽ കഹ്ഫിൽ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം എന്നത് വിശ്വാസികളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ്. ഖിയാമത്ത് നാളിലും അതുപോലെ ഒരുമിച്ച് കൂടുക എന്ന ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള പല ഹിക്മത്തുകളും പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ കഴിയും. ഏതായിരുന്നാലും സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽപ്പെട്ട ഒരു ഹദീസാണ് മൻ ഖറഅഹ യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ചയുടെ പകലിൽ ഒരാൾ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ
അത് പുരുഷനാകട്ടെ, സ്ത്രീയാകട്ടെ, പ്രായമുള്ള ആളാകട്ടെ, കുട്ടിയാകട്ടെ, ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആരും ആകട്ടെ, വിശ്വാസിയായ ഒരു മനുഷ്യൻ വെള്ളിയാഴ്ചയിലെ പകൽ സമയത്ത് സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ അല്ലാഹു ലഹു മിനന്നൂരി മാ ബൈനൽ ജുമുഅത്തൈനി, 2 ജുമുഅകൾക്കിടയിൽ അവന് പ്രകാശം ഉണ്ടാകുന്നതാണ്. ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന് ആ പ്രകാശം ഉണ്ടാകും. ആ പ്രകാശത്തിലൂടെ അവന് ആത്മീയമായ ഒരു ചൈതന്യം നേടിയെടുക്കാൻ കഴിയും. ഇത് വെള്ളിയാഴ്ചയിലെ പകലിൽ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ കിട്ടുന്ന ഗുണമാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, മൻ ഖറഅഹ ലൈലതഹ, വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ ഒരാൾ സൂറത്തുൽ കഹ്ഫ് ഓതി, അഥവാ നാളെ വെള്ളിയാഴ്ചയാണെങ്കിൽ ഇന്ന് മഗ്രിബിൻ്റെ ശേഷം മുതൽക്ക് ആണല്ലോ രാത്രി തുടങ്ങുന്നത്, ആ സമയം മുതൽക്ക് സുബിഹിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് സൂറത്തുൽ കഹ്ഫ് ഒരാൾ ഓതി, എന്നാൽ അല്ലാഹു ലഹു മിനന്നൂരി മാ ബൈനഹു വ ബൈനൽ ബൈത്തിൽ അതീഖ്, അവൻ്റെയും കഅബാലയത്തിൻ്റെയും ഇടയിലുള്ള ദീർഘദൂരം അവന് പ്രകാശം ഉണ്ടാകുന്നതാണ്. ആ പ്രകാശത്തിലൂടെ ആത്മീയമായ ചൈതന്യം അവന് കിട്ടും. ആ പ്രകാശത്തിലൂടെ അവൻ്റെ ആഖിറം അവന് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തുഹ്ഫത്തുൽ മുഹ്താജിൽ ഈ 2 ഹദീസുകളും പ്രത്യേകമായി എടുത്ത് ഉദ്ധരിച്ചതായി കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും വേറെ ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ കാണാം, അന്നമൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ലൈലത്തുൽ ജുമുഅത്തി ഔ യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ചയുടെ പകലിലോ രാത്രിയിലോ ഒരാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ ഉഅ്തിയ നൂറൻ മിൻ ഹൈസു യഖ്റഉഹ ഇലാ മക്കത്ത, അവൻ ഓതുന്ന ആ സമയം മുതൽക്ക് മക്ക വരെ പ്രകാശം അവന് നൽകപ്പെടുന്നതാണ്. വഗുഫിറ ലഹു ഇലൽ ജുമുഅത്തിൽ ഉഖ്റ, അടുത്ത ജുമുഅ വരെയുള്ള അവൻ്റെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. അതിൻ്റെ പുറമെ വഫളു സലാസത്തി അയ്യാം, 3 ദിവസം കൂടെ കൂടുതൽ വർധനവായിട്ട് അവൻ്റെ ചെറുദോഷങ്ങളെ പൊറുക്കപ്പെടും. മാത്രമല്ല വസ്വല്ല അലൈഹി 70 അൽഫി മലക്കിൻ, 70,000 മലക്കുകൾ അവനു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും നേരം വെളുക്കുന്നത് വരെ. മാത്രമല്ല വഊഫിയ മിനദ്ദാ, രോഗത്തിൽ നിന്ന് അവന് ആഫിയത്ത് കിട്ടും, സുഖം കിട്ടും, ശമനം ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന മനുഷ്യന് ലഭിക്കുന്ന ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഹദീസിലൂടെ ധാരാളമായി നമുക്ക് വിശദീകരിച്ച് തന്നതായി കാണാൻ കഴിയും. അതിൽപ്പെട്ട ഒരു ഹദീസും കൂടെയാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിച്ച സ്വഹീഹായ ഒരു ഹദീസ്. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നു, കാന റജുലുൻ യഖ്റഉ സൂറത്തുൽ കഹ്ഫി, ഒരാൾ സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ അടുത്ത് അയാളുടെ കുതിരയും ഉണ്ടായിരുന്നു. ആ കുതിരയാണെങ്കിലോ 2 കയറുകളെ കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട കെട്ടിയിടപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത്. ഇയാളിങ്ങനെ സൂറത്തുൽ കഹ്ഫ് ഓതുന്നു, ഇയാളുടെ കുതിര ഇയാൾ അടുത്തിങ്ങനെ നിൽക്കുകയും ചെയ്യുന്നു. ഇയാളിത് ഓതുന്നതിനിടയിൽ ഫതഗശതുഹു സഹാബത്തുൻ, ഒരു മേഘം ഈ കുതിരയെ ഇങ്ങനെ മൂടുകയാണ്, വലയം ചെയ്യുകയാണ്. ആ മേഘം ഈ കുതിരയോടിങ്ങനെ അടുത്തടുത്ത് വന്നു. ആ സമയത്ത് ആ കുതിര കയറ് പൊട്ടിച്ച് ഓടാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു സംഭവം ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ വല്ലാത്തൊരു അത്ഭുതമായി അനുഭവമായി മാറുകയാണ്. ഫലമ്മാ അസ്ബഹ, നേരം വെളുത്തപ്പം ഇയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ഫദക്കറ ദാലിക ലഹു, ഈ നടന്ന സംഭവങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഈ മനുഷ്യൻ വിശദീകരിച്ചു കൊടുത്തു. അള്ളാഹുവിൻ്റെ റസൂല് ഈ മനുഷ്യനോട് പറഞ്ഞു, തിൽക സക്കീനത്തു തനസ്സലത്ത് ലിൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുകയായിരുന്നല്ലോ, കഹ്ഫ് ഓതുകയായിരുന്നല്ലോ, ആ സമയത്ത് അവിടെ ഇറങ്ങിയ
സക്കീനത്താണത്, സമാധാനമാണത്. ആ മേഘത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്, അനുഭവപ്പെടാൻ കഴിഞ്ഞതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന ഇടങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുമെന്ന് ഈ ഒരു സംഭവത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വീട്ടിൽ വെച്ചുകൊണ്ട് നമ്മൾ സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോൾ നമ്മുടെ വീട്ടിൽ സമാധാനം നിലനിർത്താൻ അതിലൂടെ സാധിക്കുന്നു. ഒരു നാട്ടിലുള്ള വിശ്വാസികൾ മുഴുവനും വെള്ളിയാഴ്ചകളിൽ സൂറത്തുൽ കഹ്ഫ് പതിവാക്കുന്നവരാണെങ്കിൽ ആ നാട്ടിൽ സമാധാനം നിലനിർത്താൻ, അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം വർഷിക്കാൻ ഇതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്ന മനുഷ്യന് അടുത്ത വെള്ളിയാഴ്ച വരെ ആത്മീയമായ ഒരു പ്രകാശം അവനിൽ ഉണ്ടാവുകയും ചെയ്യും എന്ന ഹദീസ് നമ്മൾ നേരത്തെ ഉദ്ധരിക്കുകയുണ്ടായി. ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വെള്ളിയാഴ്ചകളിലൊക്കെയും സൂറത്തുൽ കഹ്ഫുമായി ബന്ധപ്പെടുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു വെള്ളിയാഴ്ച നമുക്കതിന് അവസരം കിട്ടി, അല്ലെങ്കിൽ കിട്ടിയില്ല, അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളിയാഴ്ചയും കഹ്ഫ് ഓതാത്ത വെള്ളിയാഴ്ച ഒരിക്കലും ഉണ്ടായി പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.